Hello, good evening all. Welcome to Saira. സോ ഗൈസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിക്ടോറിയൻ പോയട്രിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ വിക്ടോറിയൻ പോയട്രി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു ഫ്യൂ വേർഡ്സിൽ വിക്ടോറിയൻ ഏജിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം, ഹനോവേരിയൻ മൊണാർക്കിന്റെ അവസാന കാലഘട്ടത്തിൽ വരുന്നൊരു റൂളറാണ് നമ്മുടെ ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് റെയിൻ എന്ന് പറയുന്ന അത്യാവശ്യം വളരെ അധികം ഇയേഴ്സ് നിലനിന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് 1837 to 1901 കാലയളവിൽ അദ്ദേഹം റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഹെയ്ഡ് ഓഫ് കൊളോണിയൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആയിരുന്നു ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി കൊളോണിയലിസം പീരീഡ് ആയിരുന്നു അല്ലെ. കൊളോണിയലിസം അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരുന്നു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആൻഡ് സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്നുള്ള രീതിയിലെല്ലാം നമ്മുടെ ബ്രിട്ടൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ദീസ് റൂളേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, ആൻഡ് ഈ ഒരു പീരീഡിൽ നമ്മുടെ ബ്രിട്ടനില് ലോട്ട് ഓഫ് എക്സ്പ്ലോറിംഗ് പോപ്പുലേഷൻ, ധാരാളമായിട്ട് പോപ്പുലേഷൻ സ്ട്രെങ്ത് വന്നിട്ടുണ്ടായിരുന്നു. വിക്ടോറിയൻ സൊസൈറ്റി ഈസ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ പ്രിഗിഷ് എന്ന് വെച്ചാൽ ഫോമൽ ആൻഡ് പ്രിട്ടൻഷ്യസ് ആണ് അല്ലെ. ഭയങ്കര ഫോമലും പ്രിട്ടൻഷ്യൻസ്, ഭയങ്കര ഡ്രസ്സിങ്ങിലായിക്കോട്ടെ ഭയങ്കര മൊഡേണിറ്റി കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരുന്നു വിക്ടോറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ദേ വർ വെരി ഫോമൽ ആൻഡ് വെരി പ്രിട്ടൻഷ്യസ്. യെസ്, ദേ വർ പ്രിട്ടൻഷ്യസ് ആൻഡ് മോറലിസ്റ്റിക് ആൻഡ് നേരോ മൈൻഡഡ് ആയിരുന്നു. ഭയങ്കര വിക്ടോറിയൻ സൊസൈറ്റി ഭയങ്കര മോറലിസ്റ്റിക് വ്യൂ പോയിന്റ് ഉള്ളവരാണ്, സദാചാരക്കാരായിരുന്നു, നേരോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. എനിവേ, ഏർലി വിക്ടോറിയൻ ലിറ്ററേച്ചേഴ്സ് witness the continuing spirit of romanticism. ഓക്കെ, ആ ഒരു ഏർലി വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു പീരീഡിൽ റൊമാൻറ്റിക് ഇറ അവസാനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇറ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിസിസം എന്ത് ചെയ്യുന്നുണ്ട്, അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ലേറ്റർ വിക്ടോറിയൻ ലിറ്ററേച്ചർ എന്ത് ചെയ്യാണ്, മോഡേണിസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആർട്ട് ഫോം ഫോളോ ചെയ്തൊരു ഏജ് അല്ല. ലൈക്ക് നിയോ ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്ന സംഭവമൊന്നുമല്ല. വിക്ടോറിയൻ ഏജ് എന്ന തുടക്ക കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് റൊമാൻറ്റിസിസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്യുന്നുണ്ട്, മെല്ലെ മോഡേണിസത്തിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഈ ഒരു പീരീഡില് വിക്ടോറിയൻ റെയിൻ്റെ അതായത് ക്വീൻ വിക്ടോറിയന്റെ റെയിനിൽ ഒരുപാട് ഈവൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. റൈസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്, ഒരുപാട് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ടെക്നോളജിക്കൽ, ഇപ്പൊ ലൈക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗത്തായിട്ടും അഗ്രികൾച്ചറൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടും ഒക്കെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ടെക്നോളജിയിൽ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആ ഒരു സമയത്ത് അതിന്റെ ഭാഗമായിരുന്നു, വിക്ടോറിയൻ റെയിൻ്റെ ഒരു ഭാഗമായിരുന്നു. The Great Reform Acts like 1832, 1867, 1884 ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ഗ്രേറ്റ് റിഫോം ആക്ട്സ് ഈ ഒരു പീരീഡിലാണെന്ന് ഓർത്തിരിക്കാം. ദ ചാർട്ടിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ചാർട്ടിസ്റ്റ് മൂവ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1830 ചാർട്ടിസ്റ്റ് മൂവ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1838 to 1848 ആണ്. ആൻഡ് ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് ലണ്ടൻ ഉണ്ടായിരുന്നു. 1851 ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് ലണ്ടൻ നടന്നിട്ടുണ്ടായിരുന്നത്. ദ ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ, ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പീരീഡ് എന്ന് പറയുന്നത് 1846 to 52 ആണെന്ന് ഓർത്തിരിക്കാം. ആൻഡ് ഐറിഷ് ഹോം റൂൾ, പബ്ലിക്കേഷൻ ഓഫ് ഡാർവിൻസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഒരുപാട് സയന്റിഫിക് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഒരുപാട് ഫിലോസോഫിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ മാറ്റം വന്നിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അത് 1859 ക്രിമിയൻ വാർ നടന്നിട്ടുണ്ടായിരുന്നു. 1853 to 56 ഈ ഒരു ക്രിമിയൻ വാറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഈ ഒരു കാലയളവിലാണെന്ന് ഓർത്തിരിക്കാം. ദ ബോയർ വാർസിന്റെ കാലഘട്ടം ഇതിലായിരുന്നെന്ന് ഓർത്തിരിക്കാം. ഇതൊക്കെയാണ് ക്വീൻ വിക്ടോറിയയുടെ ഭരണകാലത്തുണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ഈവൻസ്. ഓക്കെ, ആൻഡ് ഇതിനാസ്പദമാക്കിയിട്ട് നമ്മുടെ മേജർ ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പോയിട്രിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ആരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? Alfred Tennyson, അല്ലേ? And he was born in 1809 and died in 1892. Very famous writer, right? നമുക്ക് എല്ലാവർക്കും അറിയാം. യുലീസസ് അറിയാത്ത ഒരു PG സ്റ്റുഡന്റും ഉണ്ടായിരിക്കില്ല അല്ലെ. യുലീസസ് അത്രക്കും എന്താ പറയാ
യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോമാണ് ആൽഫ്രഡ് ടെന്നിസൺ. ആൻഡ് ടു ട്രൈ ടു സീക്ക് നോട്ട് യെറ്റ് ടു ഈൽഡ് എന്ന് പറയുന്ന ഫേമസ് കോട്ടൊക്കെ എഴുതിയിട്ടുള്ള ആൽഫ്രഡ് ടെന്നിസനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈസ് ബീൻ കൺസിഡേർഡ് ആൻ എംബോഡിമെന്റ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്. ആൻഡ് ദർ ഇസ് നോ വിക്ടോറിയൻ ഏജ് വിത്തൗട്ട് ടെന്നിസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഹി വാസ് ബോൺ ആസ് എ വൺ ഓഫ് ദ 12 ചിൽഡ്രൻ. 12 മക്കളിൽ ഒരാളായിരുന്നു ആൽഫ്രഡ് ടെന്നിസൺ. 12 മക്കളിൽ ഒരാളാണ് ആൽഫ്രഡ് ടെന്നിസൺ എന്ന് ഓർത്തിരിക്കാം. ആൻഡ് ആ ഒരു ജീവിതം തന്നെ ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ലംസി ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇൻ ദ ഗ്ലൂമി ആൻഡ് ന്യൂട്ടറിക് ഹൗസ് ഹോൾഡ് ഓഫ് ദ റെക്ടർ ഓഫ് സോമർബൈ in Lincolnshire. And most of Tennyson's early education was under the direction of his father. And due to his family background, certain themes recur in his poetry and all. Madness, murder, avarice, miscellaneous, etc. were there in his poetry. അതായത് ഭയങ്കര പട്ടിണിയും അല്ലെങ്കിൽ പിശുക്കും എല്ലാ സാധനങ്ങളും നമ്മൾ തുടക്കകാലത്ത് ആൽഫ്രഡ് ടെന്നിസന്റെ പോയത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. Social climbing, marriages arranged for profit instead of love, estrangements between families and friends, etc. ഓക്കെ, അതായത് ലിസൺ ഗൈസ്, അന്നത്തെ കാലത്ത് പ്രണയത്തിന്റെ പേരിലല്ലായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്, അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റം ആയിരുന്നു. അതായത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണ രീതിയായിരുന്നു അന്നെന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഒരുപാട് യൂറോപ്യൻ രാജ്യം അതിൽ നിന്ന് മാറി, പക്ഷെ നമ്മളിപ്പോഴും അതിലാണ്. അതായത് ഫാമിലി എന്ന് പറയുന്നത് ലൈക്ക് ഫാമിലി ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഫോർ ദ സേക്ക് ഓഫ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. ലവ് അല്ലായിരുന്നു കല്യാണത്തിന്റെ മേജർ ഫാക്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ആയിരുന്നു ടെന്നിസനെ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. And guys, entered Trinity College, Cambridge in 1827. Tennyson Trinity College in പോകുന്നത് 1827 and his poems were published in the Poems by Two Brothers. ആൻഡ് ആ ഒരു കാലഘട്ടത്തിൽ ട്രിനിറ്റി കോളേജിൽ എത്തിയതിനു ശേഷം 1827 അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോം, അതായത് ഫസ്റ്റ് പബ്ലിഷ്ഡ് പോം എന്ന് പറയുന്നത് പോംസ് ബൈ ടു ബ്രദേഴ്സ് എന്നാണ്. 1827 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് ആയിട്ടുള്ള ഫെഡറിക്കും ചാൾസിന്റെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ പോം പബ്ലിഷ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. And he became the member of the club called Apostles, and which gave him much needed friends and confidence. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ടിംബക്ടു എന്ന് പറയുന്ന ഒരു പോം എഴുതുന്നു. അതിലൂടെ അദ്ദേഹത്തിന് ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ അവാർഡ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം മനസ്സിലാക്കുകയും അതേപോലെ he's been admired, okay, and formed a close friendship with Arthur Henry Hallam. Arthur Henry Hallam-ഉമായിട്ട് വളരെയധികം ക്ലോസ് റിലേഷൻഷിപ്പ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റുള്ള പോംസ് ആണ് പോംസ് ചീഫ്ലി ലിറിക്കൽ appeared in 1830. ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അതായത് 1827 പോംസ് ബൈ ബ്രദേഴ്സ് എഴുതിയ 3 വർഷക്കാലത്തിന് ശേഷം he had written poems chiefly lyrical എന്ന് പറയുന്ന മറ്റൊരു പോം which was published in 1830. ഓക്കെ, ഈ ഒരു പോമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വർക്ക് എന്നറിയപ്പെടുന്ന 1830 എഴുതിയത് കേട്ടോ. ആൻഡ് ഹിസ് പോയട്രി വാസ് ഹൈലി മെട്രിക്കൽ ആൻഡ് ഇമേജറി കീറ്റ്സിയൻ. ഈ ഇമേജറി കീറ്റ്സിയൻ സൗണ്ടിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മെട്രിക്കൽ വേഴ്സിലാണ് ഇദ്ദേഹം പോയട്രി എഴുതിയിട്ടുണ്ടായിരുന്നത്. And the next year his father, a pessimistic അല്ലെങ്കിൽ he was having a physical and mental breakdown and died. Okay, and the young Tennyson left the university without a degree. And listen, നമ്മുടെ ഫാദർ എന്ത് ചെയ്യാണ്, ശരിക്കും പറഞ്ഞാല് ഭയങ്കര സിവിയർ ആയിട്ടും അല്ലെങ്കിൽ മെന്റൽ ബ്രേക്ക് ഡൗണിന്റെയും ഒരു വിക്ടിം ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. ആൻഡ് ഗൈസ്, നൗ വി ഹാവ് ഗോട്ട് ടിംബക്ടു എന്ന് പറയുന്ന പോമാണ് 1829 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പോം എഴുതുന്നത് ജസ്റ്റ് ടെന്നിസൺ വെറും 19 വയസ്സുള്ള സമയത്താണ് ഈ പോം എഴുതിയിട്ടുണ്ടായിരുന്നതെന്ന് ഓർക്കുക. ആൻഡ് ഈ ഒരു പോമത്തിനാണ് അദ്ദേഹം ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ അവാർഡ് ലഭിക്കുന്നത്. എവിടുന്ന്, കാംബ്രിഡ്ജിൽ നിന്നാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ആൻഡ് റിവർക്കിംഗ് ഓഫ് ദ ഏർലിയർ പോം ലൈക്ക് ആർമഗഡൺ എന്ന് പറയുന്ന ഒരു പോം ഓൾറെഡി അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ടങ്ങാനും. അതൊന്ന് റിവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ടിംബക്ടു എന്ന പേരിൽ എഴുതുന്നത്. അതിനാണ് അദ്ദേഹത്തിന് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. A poem written when he was just 15, which offers a vision of the distant human future in an outer space about a legendary city called Africa. City in Africa, sorry. അതാണ് ടിംബക്ടു കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി അടുത്ത പോമാണ് 1830 പബ്ലിഷ് ചെയ്യുന്ന പോംസ് ചീഫ്ലി ലിറിക്കൽ എന്ന് പറയുന്ന പോം. ഓക്കെ, അതിനകത്ത് ശരിക്കും പറയുന്നത് ക്രാക്കൻ എന്ന് പറയുന്ന ഒരു ഇറഗുലർ സോണറ്റ് ഉണ്ടായിരുന്നു. ഓഡ് ടു മെമ്മറി എന്ന് പറയുന്ന വർക്ക് ഉണ്ടായിരുന്നു. മെറിയാന എന്ന് പറയുന്ന വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതിന്റെ പബ്ലിക്കേഷൻ മീൻസ് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു പോം ഒരു കളക്ഷൻ എഴുതി പബ്ലിഷ് ചെയ്യുന്നത് 1830 ഓർത്തിരിക്കാം. ദ ക്രാക്കൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇറഗുലർ സോണറ്റ് ആണ്. ആൻഡ് അബൌട്ട് എ മാസീവ് ലെജൻഡറി ആണ്. ആൻഡ് ഓൾസോ ക്രിയേച്ചർ ഫ്രം ഐസ്ലാൻഡിക് സാഗ ആൻഡ് ഡ്വെൽസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. അതിനെ കുറിച്ചിട്ട് ഒരു മാസീവ് ലെജൻഡറി കഥയാണ്
ക്രാക്കൺ പറയുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബീൻ ഒരു ലെജൻഡറി സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ക്രാക്കൺ പറയുന്നത്. ഓടിച്ചു മെമ്മറി ഉണ്ട്. പിന്നെ മറിയാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടർ മറിയാന ഇൻ മെഷർ ഫോർ മെഷർ, അതായത് ഷേക്സ്പിയറിന്റെ മെഷർ ഫോർ മെഷറിലെ മെറിയാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പോം വരുന്നത്. ആൻഡ് ഇതിനകത്ത് എപ്പിഗ്രാഫ് എടുക്കുന്നത് മെഷർ ഫോർ മെഷറിൽ നിന്ന് തന്നെയാണ്. മെറിയാന ഇൻ മോട്ടഡ് ഗ്രാഞ്ച് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള എപ്പിഗ്രാഫ് ആണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. മീൻസ് മെഷർ ഫോർ മെഷറിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ എപ്പിഗ്രാഫ് എടുക്കുന്നത് ഓർത്തിരിക്കാം. തീം ഓഫ് എ വുമൺ വെയിറ്റിംഗ് ഫോർ എ ലവേഴ്സ് റിട്ടേൺ, ഒരു കാത്തിരിപ്പിന്റെ, അതായത് മറിയാന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്വന്തം ലവറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കഥയാണ് മറിയാന എന്ന് പറയുന്ന പോം ഡെലിവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആസ് എ യങ് പോയിറ്റ് ടെന്നിസൺ എന്ത് ചെയ്യാണ്, ഹി ഹാഡ് ബ്രോട്ട് പോംസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ 1832 to 33 പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിസീവ്ഡ് എ സാവേജ് ക്രിറ്റിസിസം ഫ്രം ജോൺ വിൽസൺ ക്രോക്കർ ആൻഡ് ക്വാർട്ടർലി റിവ്യൂ. ആ ഒരു സമയത്ത് ഈ പീരിയോഡിക്കൽസിലും അല്ലെങ്കിൽ റിവ്യൂ മീൻസ് ഒരുപാട് പീരിയോഡിക്കൽസ് ഒക്കെ ഉള്ള സംഭവമായിരുന്നു. മാഗസിൻസ് ആൻഡ് പീരിയോഡിക്കൽസ് നമ്മുടെ ജോൺ കീറ്റ്സിനെ വില്യം ഹാസ്ലറ്റിനൊക്കെ ഇവരിങ്ങനെ ഏറി കയറ്റുന്ന ടീമാണ്. ആ ജോൺ വിൽസൺ ക്രോക്കർ ഒക്കെ ക്വാർട്ടർലി റിവ്യൂ അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മളെ ടെന്നിസണെയും ഏറി കയറ്റിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വെറും 19 വയസ്സേ ആയിട്ടുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ. 19-20 ഈ 20-21 വയസ്സുള്ള ഒരു പയ്യനെയാണ് ഇങ്ങനെ ഇവര് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ശരിയാണ്, നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ക്രിറ്റിസിസം ലഭിക്കുമല്ലോ അല്ലെ, അതുപോലെ തന്നെയായിരുന്നു. എനിവേസ് ആ ക്രിറ്റിസിസത്തിനൊക്കെ പോസിറ്റീവായിട്ട് അദ്ദേഹം പിന്നീട് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചു അദ്ദേഹത്തിന്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ദ ഫോളോഡ് ദ 10 years സൈലൻസ്. പിന്നീട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്, പക്ഷേ ഈ ഒരു ക്രിറ്റിസിസം ഒക്കെ ഭയങ്കര വേദനയായി കേട്ടോ. 23 വയസ്സേ ആയുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. പക്ഷെ ആ വേദന പിന്നീട് അദ്ദേഹം മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഒരു 10 വർഷക്കാലം അദ്ദേഹം ഡീപ് സൈലൻസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എ പീരിയഡ് ഓഫ് ന്യൂറോട്ടിക് റിഫ്യൂസൽ ടു പബ്ലിഷ് when Tennyson's life lacked direction and his emotional instability seemed unusually apparent. ഒരു സമയത്ത് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെ, നമ്മൾ 20-30 കാലഘട്ടം എന്ന് പറയുന്ന അയ്യോ നമ്മുടെയൊക്കെ കാലഘട്ട പീരീഡ് എന്താണല്ലേ, എങ്ങോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സ്ഥാനമാനം ഇല്ലാതെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു ടെന്നിസന്റെ അവസ്ഥയും. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ എഴുത്തിലോട്ടൊന്നും വരാതെ എന്തിലോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്. ഒരു പീരീഡിലാണ് ഏദർ ഹലാം എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഭയങ്കര കൂട്ടുകാരനാണ്. ആൻഡ് ഹി വാസ് ഇൻ ലവ് വിത്ത് ടെന്നിസൺ സിസ്റ്റർ എമിലി. അപ്പം 1830 എന്ത് ചെയ്യുന്നുണ്ട്, ടെന്നിസണും ഹാലും എന്ത് ചെയ്യാണ്, പൈർനീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നുണ്ട് അവര്. ആൻഡ് അതെന്ന് പറയുന്നത് അതല്ലെങ്കിൽ പൈർനീസ് എന്ന് പറയുന്നത് ഫ്രാൻസ് സ്പെയിനിന്റെ ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് അവിടെ നിന്നിട്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ട്രാവൽ ചെയ്യാണ് കേട്ടോ. ആൻഡ് ഈ പൈർനീസ് ഇൻസ്പയർ ചെയ്തിട്ട് ടെന്നിസന്റെ പോംസ് ആണ് ഈനോണിയും അതേപോലെ ലോട്ടസ് ഈറ്റേഴ്സും. ഓക്കെ. ആൻഡ് അഡ്വേഴ്സിറ്റീസ്, ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അഡ്വേഴ്സിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെന്നിസൺസ് പോയട്രി വാസ് മീറ്റിംഗ് വിത്ത് എ വെരി അഡ്വേഴ്സ് ക്രിറ്റിസിസം അറ്റ് ദിസ് ടൈം. ആൻഡ് ജോൺ വിൽസൺ ക്രോക്കർ ഓഫ് ദ ക്വാർട്ടർലി റിവ്യൂ ഹു ഹാഡ് ഡിവാസ്റ്റേറ്റഡ് കീറ്റ്സ് അക്യൂസ്ഡ് ഹിം. അതായത് ശരിക്കും പറഞ്ഞാൽ ടെന്നിസന്റെ പോയട്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോയട്രി ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ക്രിറ്റിസിസം എന്ന് പറയുന്നത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ജോൺ കോക്കർ ഉണ്ടല്ലോ, ജോൺ വിൽസൺ റോക്കർ, പുള്ളിയാണ് കീറ്റ്സിനെയും ഏറെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. പുള്ളി തന്നെയായിരുന്നു ടെന്നിസന്റെയും ശത്രു. ഓക്കെ. അതായത് ഭയങ്കരമായിട്ട് ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടത്തിയിട്ടുണ്ടായിരുന്നു പുള്ളി. And Tennyson and his poetry of lack of masculinity and considered him a member of the Cockney School for imitating Keats. And meanwhile, Erdher Hallam died in Vienna. ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ Erdher Hallam എന്ത് ചെയ്യുന്നത്, വിയന്നയിൽ മരിക്കുന്നത്. ബിക്കോസ് ഓഫ് കോഗ്നിറ്റൽ അല്ലെങ്കിൽ ബ്രെയിൻ ഡിസീസ് മുഖേന മരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നല്ല, കൂട്ടുകാരന്റെ യാത്രയപ്പും അല്ലെങ്കിൽ ആകെ കൂടി ടെന്നിസനെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു പീരീഡ് ആണ് 1830s to 40s എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ. ആൻഡ് 22-ാം വയസ്സിലാണ് നമ്മുടെ Erdher Hallam മരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. പോവേർട്ടി, മാഡ്നസ്, എപ്പിലെപ്സി, ടെന്നിസൺസ് ഫാമിലി, ഇതെല്ലാം അദ്ദേഹത്തിന് അഡ്വേഴ്സിറ്റി തന്നെയായിരുന്നു. ഇതിനൊക്കെ മറികടക്കാൻ ടെന്നിസൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദാറ്റ് ടൈം ഫാമിലി മൂവ്ഡ് ടു എപ്പിംഗ് ഓൾസോ. ആൻഡ് ടെന്നിസൺ began his long and interrupted engagement to Emily Selwood and made a disastrous investment in the wood carving scheme of his friend daughter Helen. അങ്ങനെ ഈ ഒരു തെണ്ടിതേരോടി നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ പരാജയപ്പെടുകയാണ്. ആൻഡ് ഗൈസ് ബട്ട് ഹി കെയിം ബാക്ക്. 1850s വേണമെങ്കിൽ നമുക്ക് ടെന്നിസന്റെ ആനസ് മിറബിലസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ. ആൻഡ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് പോംസ് ആയിട്ടുള്ള യുലീസസ്, മോട്ടി ദി എർത്ത്, ടിത്തോണസ്, ടൈറേസിയസ്, ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്,
ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഇമ്മമോറിയം എന്ന് പറയുന്ന ഫേമസ് കളക്ഷൻ, അതായത് 1850 കളക്ഷനിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. Tennyson felt compelled to publish because of pressures of copyright and prodding of friends like Edward Fitzgerald, etc. Poems എന്ന് പറയുന്ന ഒരു കളക്ഷൻ അതിന് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 1842 പബ്ലിഷ് ചെയ്യുന്നത്. The first volume comprised earlier revised poems, The Lady of Shalott, The Lotus Eaters, etc. The second contained new poem ആണ് Locksley Hall, Ulysses, etc. എനിവേസ് ഗൈസ്, ലേഡി ഓഫ് ഷാലറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1832 ശരിക്കും പറഞ്ഞ പോം എഴുതിയിട്ട് അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് എൻ അർദൂരിയൻ സ്റ്റോറി ഇൻ ബാലഡ് ഫോം ആണ് ദ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത്, ഡെപിക്റ്റിംഗ് എ വെരി ട്രാജിക് ലവ് സ്റ്റോറി. ദ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത് ഷീസ് ബീൻ സെപ്പറേറ്റഡ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് ബിക്കോസ് ഓഫ് ഷീ ഇസ് ബീൻ കേഴ്സ്ഡ്. അദ്ദേഹത്തിന് ഒരു കേഴ്സ് ഉണ്ടായിരുന്നു ലേഡി ഓഫ് ഷാലറ്റിന്. അതായത് ഒരു വലിയ, നമ്മൾ റപ്പാൻസലിന്റെ കഥ അറിയില്ലേ, അതായത് ടാങ്കിളിന്റെ കഥ അറിയില്ലേ, ഒരു വലിയ ചവറിനകത്ത് അകപ്പെട്ടിട്ടുള്ള ടാങ്കിളിന്റെ കഥ, റപ്പാൻസലിന്റെ കഥ, ടാങ്കിളിലെ റപ്പാൻസലിന്റെ കഥ. അതുപോലെയാണ് നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റ്. പുള്ളിക്ക് എന്ത് ചെയ്യാണ്, ഒരു കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ചവറിനുള്ളിൽ അകപ്പെട്ടിരിക്കുക, റപ്പാൻസലിന്റെ സ്റ്റോറി പോലെ. അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഷീസ് ബീൻ കേഴ്സ്ഡ് ആൻഡ് she has to remain in her tower in an island beside a river flowing to Camelot and should not even look out of the window. ഒരു നിലക്കും ആ ഒരു ചവറിന്റെ വിൻഡോന്റെ പുറത്തോട്ട് നോക്കാനേ പാടില്ല, ഒരു നിലക്കും നോക്കാൻ പാടില്ല. അതാണ് റൂൾ, അതാണ് കേഴ്സ്. അഥവാ അത് നോക്കിക്കഴിഞ്ഞാൽ അവൾ മരിക്കും. അതാണ് അവളുടെ കേഴ്സ് എന്ന് പറയുന്നത്. അവൾക്ക് ഒരിക്കലും വിൻഡോന്റെ താഴോട്ട് നോക്കാൻ പാടില്ല. ആ ഒരു സമയത്താണ് ഒരു ലാർജ് മിറർ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഔട്ട്സൈഡ് വേൾഡിനെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ അവളുടെ ചേംബറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് പുറം ലോകം അദ്ദേഹത്തിന് കാണാൻ പറ്റും, വിൻഡോയിലൂടെ മാത്രമല്ല കാണാതെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിൻഡോ കൂടെ താഴോട്ട് നോക്കാൻ പാടില്ല എന്നല്ലേ. പക്ഷെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ മിറർ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുകൂടി അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറം ലോകമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇരിക്കുന്ന സമയത്താണ് ഒരു കുതിരയുടെ ശബ്ദം, നോക്ക് 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 ശബ്ദം കേൾക്കുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്തു, ടെൻഡൻസി, ആരാണ് വരുന്നത്, എന്നെ കാണാൻ ആരാണ് വരുന്നത് എന്നുള്ള ഒരു ടെൻഡൻസി മുഖേന അവൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വിൻഡോന്റെ ഉള്ളിലൂടെ, മീൻസ് വിൻഡോന്റെ പുറത്തോട്ട് നോക്കുകയാണ്. ആ സമയത്താണ് ആ ലാൻസ്ലോട്ട് എന്ന് പറയുന്ന പ്രിൻസ് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവൾ കാണുന്നുണ്ട്, പക്ഷെ അവളുടെ കേഴ്സ് എന്തായിരുന്നു, വിൻഡോന്റെ പുറത്തോട്ട് നോക്കാൻ പാടില്ല എന്നാണ്. ആൻഡ് ആ ഫുൾ ടവർ വീഴാണ്, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ആൻഡ് ആ ഒരു കലാമിറ്റിയിൽ അവൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറിയാണ് ലേഡി ഓഫ് ഷാലറ്റിനകത്ത് പറയുന്നത് കേട്ടോ. ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ് ലേഡി ഓഫ് ഷാലറ്റ് കൊണ്ടുവരുന്നത്. അടുത്ത പോമാണ് യുളീസസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1842 കേട്ടോ. ആൻഡ് ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോമാണ്. ആൻഡ് വി ഓൾ നോ ദിസ് പോം അല്ലെ. ഡ്രമാറ്റിക് മോണലോഗാണ്. 1833 ഇത് എഴുതിയിട്ടുണ്ട്. ശരിക്കും പബ്ലിഷ് ചെയ്യുന്നത് 1842 മാത്രം. ആൻഡ് ഇതൊരു കമ്പാനിയൻ പീസ് ഓഫ് ലോട്ടസ് ഈറ്റേഴ്സ് ആണ്. ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറയുന്നത് മടിയന്മാരുടെ കഥയാണെന്നുണ്ടെങ്കിൽ യുളീസസ് എന്ന് പറയുന്നത് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളുടെ കഥയാണ് അല്ലെ. ലോട്ടസ് ഈറ്റേഴ്സിനെ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷത്തോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ യുദ്ധം കഴിഞ്ഞ് അവർക്ക് എങ്ങോട്ടും പോവണ്ട, അവർക്ക് അവിടെ ഇരുന്നാൽ മതി, ആ കംഫർട്ട് സോണിൽ അവിടെ ഇരുന്ന് അങ്ങനെ കിടന്നാൽ മതി എന്നുള്ള ടോണിലാണ് ലോട്ടസ് ഈറ്റേഴ്സ് പറയുന്നത്. പക്ഷെ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യുളീസസ് എഴുതുന്നത്. യുളീസസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ കൊടക്കീഴിൽ അല്ലെങ്കിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് എനർജറ്റിക് ആയിട്ട് കാണാനുള്ള എന്തോസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യുളീസസ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ആളുകളെയൊന്നും അദ്ദേഹത്തിന് വേണ്ട. പകരം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ലോകം എക്സ്പ്ലോർ ചെയ്താൽ മതി. അദ്ദേഹത്തിന് ഭാര്യയെ വേണ്ട, മോനെ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്ന യുളീസസിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. Ulysses declares that there is no point in staying at home at Titicaca by this still hearth with its old wife. അവന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രോജൻ വാർ കഴിഞ്ഞതിന് ശേഷം 10 വർഷക്കാലം അദ്ദേഹം സീലാണ് അല്ലെ, കടലിലാണ്. അദ്ദേഹത്തിന് ശാപം കിട്ടി കടലിലാണെങ്കിൽ പോലും തിരിച്ചു വരുന്ന യുളീസസ്, 10 വർഷക്കാലം യുളീസസ് തിരിച്ചു വന്ന് കാണുന്നത് എന്താണ്, വയസ്സനായ അല്ലെങ്കിൽ വൃദ്ധയായിട്ടുള്ള പെനലോപ്പിനെയും അതേപോലെ ടെലിമാക്കസിനെയാണ് കാണുന്നത്. ആ ശരിക്കും പറഞ്ഞാൽ പെനലോപ്പ് എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തതെന്നൊന്നും അദ്ദേഹം നോക്കുന്നില്ല. പക്ഷെ വയസ്സനായിട്ടുള്ള അല്ലെങ്കിൽ വൃദ്ധയായിട്ടുള്ള പെനലോപ്പിനെയും അല്ലെങ്കിൽ അവളുടെ നാട്ടുകാരെല്ലാം എന്താ പറയാ മടി പിടിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ട് യുളീസസ് തിരിഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ്
doling out rewards and putting punishments for the unnamed masses in his kingdom, and he curses them and reflects the revolt of cultured mind against a corrupt society. Cultured mind and his spirit yearns constantly for new experiences that will broaden his horizons, etc., and wishes to follow knowledge like a singing star and forever grow in wisdom and in learning. മോട്ടി ഡി ഏതർ എന്ന് പറയുന്ന വർക്കുണ്ട് 1842 തന്നെയാണ് ഈ ഒരു വർക്കും പബ്ലിഷ് ചെയ്യുന്നത്. 1833 ടെന്നിസൺ പ്രപ്പോസ് ടു റൈറ്റ് എൻ എപ്പിക് അബൌട്ട് ഓതർ കിങ് ഏതറിനെ കുറിച്ചിട്ട് ഒരു എപ്പിക് എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും 1838 ആവുമ്പോഴാണ് മോട്ടി ഡി ഏതർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന മീൻസ് 12 ബുക്ക് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പുസ്തകമാണ് 1838 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വർക്കിന് അദ്ദേഹം മോട്ടി ഡി ഏതർ എന്ന് തന്നെയാണ് അദ്ദേഹം ടൈറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. തോമസ് മെലോരിയുടെ 1475 ഒരു വർക്കുണ്ട് മോട്ടി ഡി ഏതർ അല്ലെ മോട്ടി ഡി ഏതർ അതല്ലേ കേട്ടോ ഇത് ടെന്നിസന്റെ മോട്ടി ഡി ഏതർ ആണ്. ആൻഡ് ഈ ഒരു ബുക്ക് വിച്ച് ക്രോണിക്കിൾസ് ദ കിങ്സ് ഡെത്ത് ആൻഡ് ഓൾ. ഓക്കെ, അതായത് അതൊറിയൻ ലെജൻഡറി ആണ് ഇതൊക്കെ. ബേസ്ഡ് ഓൺ ദ 3rd, 4th and 5th book of Mallory's romance. അതായത് തോമസ് മെലോറിയുടെ റൊമാൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് മോട്ടി ഡി ഏതർ പബ്ലിഷ് ചെയ്യുന്നത് ഓർത്തിരിക്കാം. He published this single book in 1842 and within the framework of the poem, the epic. And the epic consists of 51 lines that precede Motti Di Éder and 30 lines that follow it. Then ലോക്സ്ലി ഹാൾ എന്ന് പറയുന്ന വർക്കുണ്ട്. 1842 ലോക്സ്ലി ഹാൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതും ഒരു ഡ്രമാറ്റിക് മോണലോഗ് ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഓവർടോൺ കൊണ്ടുവന്നിട്ടാണ് ലോക്സ്ലി ഹാൾ പബ്ലിഷ് ചെയ്യുന്നത്. 97 റൈമിംഗ് കപ്പിൾസ് ഇൻ ട്രൊക്കേസ് ഒക്ടാമീറ്റർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ലോക്സ്ലി ഹാൾ മീറ്റർ എന്നാണ് ഈ ഒരു സാധനത്തിനെ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഇമോഷൻ ഓഫ് വെരി സോൾജിയർ ഹു കംസ് ടു ഹിസ് ചൈൽഡ്ഹുഡ് ഹോം, ദ ഫിക്ഷണൽ ലോക്സ്ലി ഹാൾ. അതായത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോൾജിയർ, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഹോമിലോട്ടുള്ള ഒരു തിരിച്ചുവരവില്, അതായത് ചൈൽഡ്ഹുഡ് ഹോം ശരിക്കും പറഞ്ഞ ഒരു ഫിക്ഷണൽ ടൗൺ ആയിട്ടുള്ള ലോക്സ്ലി ഹാൾ ആണ്. അതിലോട്ടുള്ള ഒരു തിരിച്ചുവരവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോമാണ് ലോക്സ്ലി ഹാൾ എന്ന് പറയുന്നത്. തീം ഓഫ് ഡിസപ്പോയിന്റഡ് ലവ്, ഈവൽസ് ഓഫ് വേൾഡ്ലി മാരേജ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ഗെയിൻ ആൻഡ് പ്രസ്റ്റീജ് എക്സെട്ര. സ്കോൺസ് ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് ബട്ട് അക്സെപ്റ്റ്സ് ചേഞ്ച് അറ്റ് ദ എൻഡ് ആഫ്റ്റർ. ലോക്സ്ലി ഹാൾ 60 years written എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് 1886 ഇത് എന്താ പറയാ, ലോക്സ്ലി ഹാൾ 60 years എന്ന് പറയുന്ന ഒരു മറ്റൊരു വർക്കുണ്ട്. 1886 ഇതിന്റെ ഒരു സീക്വൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റൊരു വർക്കാണ് ടിത്തോണസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1860 ഓർത്തിരിക്കാം. ആൻഡ് ഒറിജിനലി റിട്ടൺ ഇൻ 1833 ആസ് ടിത്തോൺ ആൻഡ് കംപ്ലീറ്റഡ് ഇൻ 1859. ടിത്തോൺ ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് 1833 ആൻഡ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 1859 ഓർത്തിരിക്കാം. ആൻഡ് ഡ്രമാറ്റിക് മോണലോഗ് ആണ്, ബേസ്ഡ് ഓൺ ഗ്രീക്ക് മിത്തോളജി ആണ്. ഇനീഷ്യലി കൺസീവ്ഡ് ആസ് എ കമ്പാനിയൻ പോം ടു യുലീസസ്. ടിത്തോണസ് വാസ് വൺസ് ബ്യൂട്ടിഫുൾ മാൻ ഹു വാസ് ചൂസൺ ബൈ ഒറോറ ആൻഡ് ദി ഗോഡസ് ഓഫ് ഡോൺ ആസ് എ ലവർ. ശരിക്കും പറഞ്ഞാൽ ടിത്തോണസിന്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. യുലീസസിന്റെ ഒരു കമ്പാനിയൻ പോയം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ടിത്തോണസിനെ കാണാം. എനിവേസ് ഒറോറയുടെ കാമുകനായിട്ടുള്ള ടിത്തോണസിന്റെ കഥയാണ് പറയുന്നത്. ആൻഡ് ഷി ഗ്രാൻഡഡ് ഹിം മോർട്ടാലിറ്റി ബട്ട് നോട്ട് യൂത്ത്. ആ ഒരു സമയത്ത് ടിത്തോണസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒറോറ ഗോഡസ് ഓഫ് ഡോൺ അല്ലെങ്കിൽ പുലരിയുടെ ഗോഡസ് എന്ന് അറിയപ്പെടുന്ന ഒറോറ എന്ത് ചെയ്യാണ്, ടിത്തോണസിന് എന്ത് കൊടുക്കാണ്, ഒരു വരം കൊടുക്കാണ്. നീ എക്കാലവും സുന്ദരനും നീ എക്കാലവും യൂത്തായിട്ട് നീ എക്കാലവും ഇമ്മോർട്ടൽ ആയിരിക്കും, നിനക്ക് മരണമില്ല എന്ന് പറയാണ്. പക്ഷെ അദ്ദേഹത്തിന് യൂത്ത് കൊടുക്കുന്നില്ല. അതായത് വയസ്സ് പിടപെടപോലും ജീവിക്കണം എന്നാണ് ഒറോറ കൊടുക്കുന്നത് കേട്ടോ. ടിത്തോണസ് അപ്പീൽസ് ടു ഒറോറ ടു ടേക്ക് ബാക്ക് ദി ഗിഫ്റ്റ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. അവരെന്ത് ചെയ്യാണ്, അവസാനം ഇതൊരു ഭാരമാവുകയാണ്. ഒറോറയെ തിരിച്ചു പോയിട്ട് കാണുകയാണ്, എന്നൊന്ന് കൊന്നുതാ എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഇമ്മോർട്ടാലിറ്റി വിത്ത് യൂത്ത് ഈസ് ഓക്കെ ആണ്, ഫൈൻ അല്ല. ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടല്ലോ അതിന് ഇമ്മോർട്ടാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു മൂവി ഉണ്ട്. എന്തായാലും ആ മൂവി ഞാൻ മറന്നുപോയി. അതുപോലെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂത്ത് ഉണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാണ്, ഇത് യൂത്ത് പോലും ഇല്ലാതെന്ന് ആലോചിച്ച് നോക്കിയാൽ. ആൻഡ് ഹി നൗ റിയലൈസസ് ദ ഡേഞ്ചർ ഈസ് നോട്ട് belonging to the rest of humanity. And this poem was one of the set of 4 works including Motti Di Éder, Ulysses, Tiresias, etc. that Tennyson wrote shortly after Arthur Henry Hallam's death in 1833. ദ പ്രിൻസസ് എ മെഡ്ലി എന്ന് പറയുന്ന വർക്കുണ്ട്. 1847 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്താണ് പ്രിൻസസ് എ മെഡ്ലി എന്ന് പറയുന്നത്? ടെന്നിസൺസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് എ ലോങ് നെഗറ്റീവ് പോം ആണ്. ഇതൊരു സീരിയോ കോമിക് പോം ഇൻ ബ്ലാങ്ക് വേഴ്സ് ആണ് പ്രിൻസസ് എ മെഡ്ലി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫീമെയിൽ കോളേജസ് ആണ്. ആൻഡ് പ്രസന്റ് ലേഡീസ് അക്കാഡമി ആൻഡ്
multinously intellectual princess at the head, and princess Ida, ഈ ഒരു പ്രിൻസസ് മെഡ്ലിനകത്ത് ഇതിന്റെ മേജർ ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നത് പ്രിൻസസ് ഇതയാണ്. ആ പ്രിൻസസ് ഇത എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ വുമൺ റെപ്രസെന്റേഷനിലാണ് കൊണ്ടുവരുന്നത്. ടെനിസൺ seems to assert that men and women do not have identical roles in society. The splendorous falls on castle walls, a song that is part of the princess. The speaker hears the echo of Bugle, also called the Bugle song. Okay, ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. And he uses natural imagery to create a mood of nostalgia and loss. Tears, idle tears, ഒക്കെ മറ്റൊരു പോമാണ്. And it is also part of the princess. Tears, idle tears, and it describes the inexpressible grief he feels about the past and all. ഇതിനകത്ത് വരുന്ന ഒരു ഫ്രേസ് ഉണ്ട്, the days that no more എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. It has been repeated at the end of every stanza, and it describes the past as a death in life. The death in life motif is commonly found in Tennyson's poetry as well as in classics like Dante's Inferno and Iliad's The Wasteland, etc. പിന്നെ ടെനിസന്റെ മൈനർ പോംസ് ആണ്. ദ മില്ലേഴ്സ് ഡോട്ടർ ഉണ്ട്, പാലസ് ഓഫ് ആർട്ട് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ലുക്രീഷ്യസ് ഉണ്ട്. ഓക്കെ, ആൻഡ് 1850 എന്ന് പറയുന്ന വർഷം ടെനിസന്റെ ആനസ് മിറബിലസ് ആണ്. 1850 എന്ന് പറയുന്നത് ടെനിസന്റെ ഏറ്റവും വലിയ ഗ്രേറ്റ് ഇയർ തന്നെയാണ്. ആൻഡ് ഇറ്റ് പബ്ലിഷ്ഡ് ഹിസ് മോസ്റ്റ് എൻഡ്യൂറിംഗ് വർക്ക് ലൈക്ക് ഇൻ മെമ്മോറിയം ആൻഡ് സക്സീഡഡ് വേർഡ്സ്വർത്ത് ആസ് പോയറ്റ് ലോറേറ്റ്. ഈ ഒരു പീരീഡിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് സതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർഡ്സ്വർത്തിന്റെ കാലയളവാണ് പോയറ്റ് ലോറേറ്റ് ആയിട്ട്. സതി ഒരുപാട് കാലം പോയറ്റ് ലോറേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വേർഡ്സ്വർത്ത് വരുന്നു. 1843 to 1850 ആണ് ലോറേറ്റ് ആയിട്ട് വേർഡ്സ്വർത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1850 നമ്മുടെ ടെനിസൺ ആണ് ആ ഒരു സീറ്റ് കിട്ടുന്നത്. ടെനിസൺ എന്ത് ചെയ്യാണ്, ഹി ബിക്കേം ദ പോയറ്റ് ലോറേറ്റ് ആൻഡ് ഫൈനലി മാരീഡ് എമിലി സെൽവോർത്ത്. ആൻഡ് ഇൻ മെമ്മോറിയം ടു ഹെൻറി ഹാലം എന്ന് പറയുന്ന വർക്ക് 1850 പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദ ഫ്രേസ് ഇൻ മെമ്മോറിയം ഡിനോട്ട്സ് എൻ എപ്പിഗ്രാഫ് ഓഫ് ഓർ ഒബിച്ചറി. ഓക്കെ, ആൻഡ് ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഹോപ്പ് യു എൻജോയ് ദ സെഷൻ ആൻഡ് വി വിൽ ടോക്ക് മോർ അബൌട്ട് ആൽഫ്രഡ് ടെനിസൺ ഇൻ അവർ ലൈവ് സെഷൻ. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. We will discuss it in our live session. So all the best, guys. Have a beautiful night.